സോ ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുകയാണ്. ഓൾറെഡി കുറച്ച് ഇനീഷ്യലി നമ്മൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ആയിട്ടുള്ള സൈക്കിൾ, പ്രോസസ്സ്, സ്റ്റേറ്റ്സ് എന്താണെന്നും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിനോടൊപ്പം വളരെ ബേസിക്കായ കൺസെപ്റ്റ്സ് മേ ബി നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റിലേക്ക് വെച്ചത്. സ്റ്റിൽ ഇത് ചിലപ്പോൾ മിസ്സപ്പായ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു ഇൻഫർമേഷനും അറിയുന്നവർക്ക് ഒരു റിഫ്രഷിങ് പോലെയും ആയിട്ട് ഒരു സ്ലൈഡ് ഉണ്ടാക്കിയതാണ്. സോ ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ദീസ് ആർ സം ഓഫ് ദി ബേസിക് കൺസെപ്റ്റ് ദാറ്റ് യു ഷുഡ് നോ. അപ്പോൾ നാളെ ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിയേണ്ടതാണ്. സോ ടുഡേ വിൽ ബി ഡിസ്കസിങ് ഓൺ ദി ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ഇപ്പം ഞാൻ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഞാൻ പറയുകയാണെങ്കിലും അതിനൊരു യൂണിറ്റ് ഉണ്ടാവും അല്ലേ? വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് ഈസ് 2 എന്ന് പറയുമ്പോൾ എന്താ ഈ 2? അല്ലെങ്കിൽ വർക്ക് ഈസ് 10, എന്ത് 10 എന്നൊരു ചോദ്യം വരും. അപ്പോൾ അവിടെയാണ് യൂണിറ്റ്. ഞാൻ നടന്നു പോയി, എത്ര നടന്നു? ഞാൻ 5 നടന്നു. 5 നടന്നു എന്ന് പറയുമ്പോൾ അതിന് വല്ല കാര്യം എന്താ നമുക്ക് മനസ്സിലാവും? ഇല്ല, അവിടെ യൂണിറ്റിൻ്റെ കുറവുണ്ട്. എന്താ 5 മീറ്റർ ആണോ? അതല്ല 5 കിലോമീറ്റർ ആണോ? അപ്പോൾ ഒരാൾ പറയും ഞാൻ 5 കിലോമീറ്റർ നടന്നു എന്ന് പറയുമ്പോൾ ദെൻ വി ഹാവ് ദ റിയൽ കൺസെപ്റ്റ്സ്. സോ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. സോ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ക്യാരക്ടറൈസ് ചെയ്യുന്നതാണ് ഡയമെൻഷൻ എന്ന് പറയാം. ഇപ്പോൾ ഡയമെൻഷൻ, ഇപ്പോൾ മാസ് എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എം ആണ്. മാസ് എം എന്ന് സ്മോൾ ലെറ്റർ കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈഡ് ആണ്, ഇറ്റ് ഈസ് മാസ്. അതാണ് അതിൻ്റെ ഡയമെൻഷൻ. അതേപോലെ ടെമ്പറേച്ചർ ടി, ക്യാപിറ്റൽ ടി. അതേപോലെ ലെങ്ത്തിന് എൽ, ടൈം എന്താ സ്മോൾ ലെറ്റർ ടി അല്ലേ? ഇതുപോലെ പലതിനും നമുക്ക് എന്ത് ചെയ്യുന്ന ഡയമെൻഷൻ ഉണ്ട്. വെലോസിറ്റിക്ക് നമ്മൾ ഡയമെൻഷൻ വി അല്ലേ? സോ ദർ ആർ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് പോസിബിൾസ്. അപ്പോൾ ഈ ഡയമെൻഷൻസിന് എന്ത് ചെയ്യുക? ഒരു മാഗ്നിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് യൂണിറ്റ്സിൻ്റെ ഉദ്ദേശം. ഇപ്പം മാസിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? കിലോഗ്രാമാണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് മീറ്റേഴ്സ് ആവാം, കിലോമീറ്റേഴ്സ് ആവാം, മില്ലിമീറ്റേഴ്സ് ആവാം, അങ്ങനെ ആവാം. ടൈമിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് സെക്കൻഡ്സ്, ഹവേഴ്സ് എന്തും വരാം. ടെമ്പറേച്ചറിനോ ഇറ്റ് ഈസ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, പിന്നെ ഫാരൻഹീറ്റ്, റാങ്കൈൻ, അങ്ങനെ പല ഡെസിഗ്നേഷൻസ് യൂണിറ്റ്സും ഉണ്ട്. സോ ഡയമെൻഷൻസും യൂണിറ്റ്സും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. അതിൽ 2 ടൈപ്പ് ഓഫ് ഡയമെൻഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് പ്രൈമറി ഡയമെൻഷൻ and the other one is secondary dimensions. So primary dimensions is also known as fundamental dimensions. കണ്ടോ? Primary dimensions is also known as fundamental dimensions and secondary dimensions are also known as derived dimensions. So പേര് പോലെ തന്നെ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ്. ലൈക്ക് മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ എക്സെട്ര. സെക്കൻഡറി ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി ഡയമെൻഷൻസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ചില ഡയമെൻഷൻസിനെയാണ് സെക്കൻഡറി ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് അഥവാ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം എന്നതാണ് സെക്കൻഡറി ഡയമെൻഷൻ. അതെ അല്ലേ? സോ അതേപോലെ തന്നെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്നതാണ് പ്രഷർ. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. ഏരിയൻ്റെതോ മീറ്റർ സ്ക്വയർ. സോ ഇറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ നിങ്ങളത് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ്സ് ലൈക്ക് കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ. സോ സെക്കൻഡറി ഡയമെൻഷൻസ് എന്ന് പറയുന്നത് അത് പ്രൈമറി ഡയമെൻഷൻസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതിനെയാണ് സെക്കൻഡറി ഡയമെൻഷൻസ് എന്ന് പറയാം. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. നമ്മൾ എന്താണ് ഡിഫറൻസും പഠിച്ചു, അതിൻ്റെ ഓരോ എക്സാമ്പിൾസും നമ്മൾ ഒന്നിലധികം എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ദീസ് ആർ തിങ്സ് ആർ വെരി ഈസി, റൈറ്റ്? സോ മാസ് എന്താണ്? മാസ് ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയാണ് മാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ആസ് കിലോഗ്രാം. ഇവിടെ പൊതുവേ വരാറുള്ളൊരു ഡൗട്ടാണ് വെയ്റ്റും മാസും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? സോ വാട്ട് ഡു യു മീൻ ബൈ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ മാസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഗ്രാവിറ്റി. ഓക്കെ, ഗ്രാവിറ്റി വാല്യൂ ജി അല്ലേ? അല്ലെങ്കിൽ ആക്സിലറേഷൻ അല്ല, വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ദാറ്റ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ. അപ്പോൾ അത് നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇവിടെ താഴെ ഉണ്ട്, ഫോഴ്സിൻ്റെ അവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി ഫോഴ്സ്.
നൗ പ്രഷർ നമ്മൾ കണ്ടിന്യൂം കൺസെപ്റ്റിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു എന്താണ് പ്രഷർ. ഇറ്റ് ഈസ് ദ നോർമൽ ഫോഴ്സ്, കണ്ടോ, ഇറ്റ് ഈസ് ദി നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സിസ്റ്റം എഗെയിൻസ്റ്റ് യൂണിറ്റ് ഏരിയ ഓഫ് ദി ബൗണ്ടിങ് സർഫസ്. അതായത് നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് സർഫസ്. പ്രഷർ ഇസ് ഇക്വൽ ടു എഫ് ബൈ എ, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷറിൻ്റെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബാർ. അതേപോലെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാസ്കൽ ഓൾസോ. പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ കാണുന്ന അതേ യൂണിറ്റാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ. ഏരിയൻ്റെ യൂണിറ്റ് എന്താ, മീറ്റർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെയാണ് പാസ്കൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ പാസ്കൽ, PA എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സോ 1 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു 10 lakh പാസ്കൽ. അതായത് 10⁵ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 10 ലക്ഷം അല്ല, 1 ലക്ഷം, സോറി ഇറ്റ് ഈസ് 1 lakh. സീറോസ് 5 എണ്ണമാണ് ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് 1 lakh പാസ്കൽ. സോ 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ, ഓർ 10⁵ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 100 കിലോ പാസ്കൽ എന്ന് പറയാം. അല്ലെങ്കിൽ മെഗാ പാസ്കലിലേക്ക്, മെഗാ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 6. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കിലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3, മെഗാ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 6 അല്ലേ. അതേപോലെ 10⁻⁹ ഇറ്റ് ഈസ് ജിഗ. പിന്നെ 10⁻⁻³ എന്ന് പറഞ്ഞാൽ മില്ലി. 10⁻⁻12 എന്ന് പറഞ്ഞാൽ എന്താണ്, ആറ്റോമിക് എന്ന് പറയും. സോ ഓൾ ദീസ് ഡെസിഗ്നേഷൻസ് യു മൈറ്റ് ബി നോയിങ്. അപ്പോൾ ഇതൊക്കെ ബേസിക്കാണ്, കിലോ, മെഗാ എന്നൊക്കെ പറയുന്നത്. സോ ആ കൺവേർഷൻ ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കാരണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതൊക്കെ ആവശ്യം വരും. ദെൻ കംസ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് mass acting, mass into acceleration. It's not mass acting on a surface. It is force is equal to it is the multiplication of mass and acceleration. അത് ഗ്രാവിറ്റി പോലെ ഒരു എർത്തിനെ ഏറ്റുള്ള ഒരു അട്രാക്ഷൻ ഉള്ള ഒരു ബോഡി ആണെങ്കിൽ, ആസ് സച്ച് ഫോർ നമ്മൾ ഹ്യൂമൻ ബോഡീസ്, ഇറ്റ് വിൽ ബി വെയ്റ്റ്, ദറ്റ് ഈസ് m/g. ദ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ. നൗ കംസ് പ്രഷർ. സോ ഈ ഒരു ഫിഗർ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗർ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, സോ ദാറ്റ് യു ഡസ് നോട്ട് ഗെറ്റ് എനി കൺഫ്യൂഷൻ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവാതെക്കാൻ ഈ ഒരു ഫിഗർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കുക. സോ പ്രഷർ, വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. പല സോർട്ട് ഓഫ് പ്രഷേഴ്സും ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവിടെ PATM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും ഉണ്ടാകുന്ന അബ്സല്യൂട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് PATM. അപ്പോൾ നമ്മൾ ഒരു ഗേജിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ നിങ്ങൾ ലാബ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ നിങ്ങളതിൽ പ്രഷർ ലെവൽ, മെർക്കുറി ട്യൂബിൻ്റെ മാനോമീറ്ററിൽ പ്രഷർ ലെവൽ മാറുന്നൊക്കെ കാണാം അല്ലേ. അത് പുറത്ത് കാണുന്ന എക്സ്ട്രാ പ്രഷർ അല്ലേ, ആ പ്രഷറിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയാം. ഓക്കെ, ഓൾറെഡി ഭൂമിയിൽ നമുക്കൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും, പിന്നെ ആക്ട് ചെയ്യുന്ന എക്സ്ട്രാ പ്രഷേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഗേജ് പ്രഷർ എന്നാണ് നമ്മൾ പറയാറ്. സോ ഫ്രം ദാറ്റ് യു ക്യാൻ, ഫ്രം ദിസ് ഫിഗർ യു ക്യാൻ സീ ദാറ്റ് ഗേജ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ സ്റ്റാർട്ടിങ് ഫ്രം ദി സീറോ സൈഡ് അല്ലേ. ടോട്ടൽ അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ഗീവ് യു ദി ഗേജ് പ്രഷർ. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്, അബ്സല്യൂട്ട് പ്രഷറാണ്. അതിൽ നിന്ന് അബ്സല്യൂട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ you will get the gauge pressure. So you can see the equation over here. Gauge pressure is equal to absolute pressure minus atmospheric pressure. Now ഇവിടെ വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇല്ലാത്ത കേസിനാണ് നമ്മൾ വാക്വം പ്രഷർ എന്ന് പറയുക. അത് 2 ടൈപ്പിലുണ്ട്, വാക്വം പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് വാക്വം പ്രഷർ. ഓക്കെ, ആൻഡ് നൗ വി ക്യാൻ സീ ദാറ്റ് ഈ അബ്സല്യൂട്ട് വാക്വം പ്രഷറിനെക്കാട്ടിലും ഹയർ ആയിരിക്കും നോർമലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവുക അല്ലേ. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ പ്രഷർ, വേക്കം പ്രഷർ, വാട്ട് യു ഹാവ് ടു ഡു, ഈ വേക്കം പ്രഷർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് അബ്സല്യൂട്ട് വേക്കം പ്രഷർ എന്താണോ അത് നമ്മൾ മൈനസ് ചെയ്യണം. സോ ഇത് രണ്ടും ഡിഫറെൻറ്റ് ഹെഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഗേജ് പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്,
മറ്റേത് വേക്കം പ്രഷറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻസ് ഓർത്ത് വെക്കാൻ. ഗേജിലെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതേപോലെ വേക്കം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് വേക്കം പ്രഷർ. ഓക്കെ, സോ പ്രഷറിൻ്റെ ഈ ഒരു വേരിയേഷൻസും കാര്യങ്ങളും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അതത്ര ഓർത്ത് വെക്കേണ്ട കാര്യമില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒരു 3 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ പ്രഷർ ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് പ്രോബ്ലത്തിൽ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആ ഒരു സെക്ഷനിൽ. ദെൻ കംസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, ഞാനത് ഇനിയൊരു വേർഡ് പോലെ ഒന്നും പറയുന്നില്ല. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതൊരു ഡയറക്ഷൻ ഓഫ് എനർജി ട്രാൻസ്ഫർ ആണ് അല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് 2 ബോഡി ഉണ്ട്. ടെമ്പറേച്ചർ എ ബോഡി അറ്റ് ടെമ്പറേച്ചർ എ ആൻഡ് എ ബോഡി ഓഫ് ടെമ്പറേച്ചർ ബി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 ബോഡീസിൽ ടെമ്പറേച്ചർ അറ്റ് എ ഈസ് ഹയർ ദാൻ ടെമ്പറേച്ചർ അറ്റ് ബി ആണെങ്കിൽ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? അതായത് ഇതിൻ്റെ ചൂട് ഭയങ്കരമാണ് കമ്പയർ ടു ദിസ് വൺ. അപ്പോൾ ഇത് രണ്ടും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് ഹീറ്റ് പോവും. അതായത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറായ ബോഡിയിലേക്കാണ് ഹീറ്റ് എന്ത് ചെയ്യുക? നീങ്ങുക. യു ക്യാൻ സി ടി എ ഗ്രേറ്റർ ദാൻ ടി ബി. സിമിലർലി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓൾസോ. ടി ബി ആണ് ഗ്രേറ്റർ ടെമ്പറേച്ചർ എങ്കിൽ ദ ഹീറ്റ് വിൽ ട്രാൻസ്ഫർ വിൽ ഒക്കർ ടു ദ ബോഡി അറ്റ് എ വിച്ച് ഈസ് അറ്റ് ടെമ്പറേച്ചർ ഓഫ് ടി എ. സോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിൻ്റർ ഫോർ ദ ഡയറക്ഷൻ ഓഫ് എനർജി ട്രാൻസ്ഫർ. ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. എന്ത്? എനർജി ട്രാൻസ്ഫറിൻ്റെ ഡയറക്ഷൻ നിശ്ചയിക്കാനുള്ള ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സം അതർ പ്രോപ്പർട്ടീസ്. കമ്മിങ് ടു അതർ പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ 2ാമത്തെ മൊഡ്യൂൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കും, ഓരോ എനർജീസും ഓരോ ഫോംസ് ഓഫ് വർക്കിനൊക്കെ കുറിച്ചിട്ട്. സോ എനർജി വിത്തിൻ എ സിസ്റ്റം ക്യാൻ ബി സ്റ്റോർഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓർ ഇൻറ്റേർണൽ എനർജി. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഒരു സിസ്റ്റത്തിൽ എനർജി സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ടൈപ്പിലാണ് എനർജി സ്റ്റോർ ചെയ്യുക. ഒന്നെങ്കിൽ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, അതല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി. ബാക്കി എല്ലാ എനർജീസും വരുന്നത് ഈ ഇൻറ്റേർണൽ എനർജിയിലാണ്. സോ എന്താണ് കൈനറ്റിക് എനർജി? യു ഗൈസ് നോ വാട്ട് ഈസ് കൈനറ്റിക് എനർജി. മോഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു എനർജീനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുക. ആൻഡ് ദ ഇക്വേഷൻ ഈസ് ഹാഫ് ഓഫ് mv². m സ്റ്റാൻഡ്സ് ടു മാസ്, v സ്റ്റാൻഡ്സ് ഫോർ വെലോസിറ്റി. സിമിലർലി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി. അതും എല്ലാവർക്കും അറിയാം. ഈ എനർജി ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ദ സിസ്റ്റം. അത് ഉയരങ്ങളിൽ പോയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഹൈ ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgz എന്നതാണ് അതിൻ്റെ ഇക്വേഷൻ. വേർ m ഈസ് ദി മാസ്, g ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 9.8 അല്ലെങ്കിൽ 10 എന്നൊക്കെ പറയാം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻഡ് z, വാട്ട് ഈസ് z ഈസ് ദ ഹൈറ്റ്. എലിവേഷൻ്റെ പോയിൻ്റാണ് z എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും, വെലോസിറ്റി കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. സോ ഇവിടെ മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക്, പൊസിഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ദെൻ കംസ് ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ U. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻറ്റേർണൽ എനർജി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ U. എന്താണ് ഇൻറ്റേർണൽ എനർജി? ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള മറ്റുള്ള ചെറിയ വേറെ കുറേ എനർജി ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടുന്നതാണ് എനർജി. ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മോളിക്യൂൾസിൻ്റെ ഉള്ളിൽ മോളിക്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലീഷൻ ഉണ്ടാകുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റൊട്ടേഷൻ ഉണ്ടാവും, മോളിക്യൂൾസിൻ്റെ ട്രാൻസ്ലേഷണൽ മോഷൻസ് ഉണ്ടാവും. ഇത് കാരണത്താലൊക്കെ ഉണ്ടാവുന്ന ഒരു ഹീറ്റോ അല്ലെങ്കിൽ ഒരു എനർജി വിത്തിൻ ദാറ്റ് മോളിക്യൂൾ, അത് ഇൻറ്റേർണലി ഉണ്ടാകുന്നതാണ്. ദാറ്റ് എനർജി ഈസ് കോൾഡ് ഇൻറ്റേർണൽ എനർജി. അസോസിയേറ്റഡ് വിത്ത് മോളിക്കുലാർ മോഷൻ ദാറ്റ് ഈസ് ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ ഓർ വൈബ്രേഷണൽ. അതായത് ട്രാൻസ്ലേഷണൽ മോഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ വൈബ്രേഷനോ റൊട്ടേഷനോ കൊണ്ട് ഉണ്ടാവുന്ന എനർജിയാണ് ഇൻറ്റേർണൽ എനർജി. Now it is extensive since it depends on the amount of matter in the system. അതായത് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മാറ്ററിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി കൂടുതലായിരിക്കും. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മാറ്ററിൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി വിൽ ബി ലെസ്സർ കമ്പാരിറ്റീവ്ലി. അപ്പോൾ മാറ്ററിനെ ഡിപ്പെൻഡഡ് ആണ് ഇൻറ്റേർണൽ എനർജി. സോ ദീസ് ആർ സം ഓഫ് ദ ബേസിക് പ്രോപ്പർട്ടീസ്
യു ഹാവ് സ്റ്റഡീഡ് ലൈക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഇൻറ്റേർണൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. സോ എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ അറിയുന്നവർക്കൊന്ന് റിഫർ ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. സോ ദീസ് ആർ ദ ബേസിക് എനർജീസ്. ദെൻ ടെമ്പറേച്ചർ എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വി ഹാവ് സ്റ്റഡീഡ് പ്രഷർ. ഈ ഡയഗ്രാം നിങ്ങൾ വരച്ച് പഠിക്കുക, എന്നാലേ നിങ്ങളത് ഓർത്ത് വെക്കുള്ളൂ. കണ്ട് നിന്നിട്ട് നിൽക്കരുത്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ, ലെക്ചർ നോട്ട് എഴുതുന്ന നേരത്ത് നിങ്ങൾ ഈ ഫിഗറൊക്കെ വരയ്ക്കുക, ഈ ഇക്വേഷൻസൊക്കെ അതിൽ സൈഡിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. Then we have studied about pressure, then mass, pressure, force, units, dimensions എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. So that's all for today. Thank you all.